ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നീലിമ വർമ്മ. എൻ്റെ ചാനൽ ഡിസ്കഷൻ വിത്ത് സി ആസ്പിരൻറ്റിലേക്ക് സ്വാഗതം. ഒരുപാട് ദിവസത്തിന് ശേഷമാണ് വീഡിയോ ചെയ്യുന്നത്. കുറേ റിക്വസ്റ്റഡ് വീഡിയോ ആയിരുന്നു. ഇൻകം ടാക്സ് അമെൻമെൻറ്റ്സിൻ്റെ പാർട്ട് 2 ഫൈനലിൻ്റെ പഠിത്തവും പിന്നെ കുറച്ച് വർക്കും കൂടി ഉണ്ടായിരുന്ന കാരണം വീഡിയോസൊന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഈ അമെൻമെൻറ്റിൻ്റെ സീരീസ് ഞാൻ തീർക്കാം. അപ്പോൾ നമ്മുടെ എക്സാംസ് എല്ലാം എക്സ്റ്റെൻഡായി ജൂലൈ 2021 എക്സ്റ്റെൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെ പഠിത്തം നല്ല ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നു എന്ന് വിചാരിക്കുന്നു. എത്രയും പെട്ടെന്ന് റിവൈസ് ചെയ്യുക. പ്രൊവിഷൻസിൻ്റെ ഇന്ന് ടാക്സിൻ്റെ ബേസിസിലാണെങ്കിൽ ടാക്സ് സബ്ജക്റ്റ് നോക്കുകയാണെങ്കിൽ അമെൻമെൻറ്റ്സും എല്ലാത്തിലും നല്ലോണം ഫോക്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഡിലേ ചെയ്യുന്നില്ല. ഓൾറെഡി ഇൻകം ടാക്സ് അമെൻമെൻറ്റ് പാർട്ട് 1 ഞാൻ ഇൻട്രൊഡക്ഷനും അതിൻ്റെ റിലേറ്റഡ് സർചാർജ് വെച്ചിട്ട് ടോപ്പിക്സും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻകം ടാക്സ് അമെൻമെൻറ്റ്സ് പാർട്ട് 2 ആദ്യം നമ്മൾ ചെയ്യുന്നത് റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് ആണ്. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. റെസിഡൻഷ്യൽ സ്റ്റേറ്റസ്. റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് വളരെ സിമ്പിൾ ഒരു ടോപ്പിക്കാണ്. പക്ഷെ അതിനകത്ത് വലിയൊരു അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്. നോ ഡൗട്ട് അതിൻ്റെ ബേസിസിൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സാമിലുണ്ടാവും. അപ്പോൾ റെസിഡൻഷ്യൽ സ്റ്റേറ്റസിനകത്ത് പ്രൊവിഷൻസ് നമ്മൾ ഓർക്കുകയാണെങ്കിൽ ആദ്യം ഈ ഒരു ഇൻഡിവിജ്വൽ റെസിഡൻ്റ് ആണോ അല്ലയോ എന്നുള്ളതിൻ്റെ കണ്ടീഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ കണ്ടീഷൻസ് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാം. ഒരു ഇൻഡിവിജ്വൽ വിൽ ബി ട്രീറ്റഡ് ആസ് എ റെസിഡൻറ്റ് ഓഫ് ഇന്ത്യ ഇഫ് ഹീ ഓർ ഷീ fulfills any one condition laid down under section 6 subsection 1. എന്തായിരുന്നു? He or she should stay in India for 182 days or more in relevant previous year. ഓക്കെ, ഇതായിരുന്നു ഫസ്റ്റ് കണ്ടീഷൻ. നമ്മുടെ റെലവൻറ്റ് പ്രീവിയസ് ഇയർ എന്താ? പ്രീവിയസ് ഇയർ 2021. ഈ കണ്ടീഷൻ ഫുൾഫിൽ ആയില്ലെങ്കിൽ സെക്കൻഡ് കണ്ടീഷൻ, ഹീ ഓർ ഷീ ഷുഡ് സ്റ്റേ ഇൻ ഇന്ത്യ ഫോർ 60 days or more in relevant previous year and 365 days or more in 4 years immediately preceding relevant previous year. ഇതായിരുന്നു നമ്മുടെ ബേസിക് കണ്ടീഷൻ. ഓക്കെ, ഇനി ഈ ബേസിക് കണ്ടീഷൻ ഇതാണ്. ബേസിക് കണ്ടീഷൻ 1, ഇതാണ് ബേസിക് കണ്ടീഷൻ 2. ഇനി നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഇതിനകത്ത് എക്സെപ്ഷൻസ് ഉണ്ടായിരുന്നു. എക്സെപ്ഷൻ എന്തായിരുന്നു? ഫസ്റ്റ്, an Indian citizen who leaves India in any previous year for employment purpose or as a member of a crew of Indian ship. Okay, Indian citizen who leaves India in any previous year for employment purpose or as a member of a crew of Indian ship, or an Indian citizen or a person of Indian origin. Indian citizen or a person of Indian origin who stays outside India. And comes to India for visit purpose. ഈ കണ്ടീഷൻ ഓർമ്മയുണ്ടോ? ഇവർക്ക് കഴിഞ്ഞ പ്രൊവിഷൻസ് വെച്ച് നോക്കുകയായിരുന്നെങ്കിൽ ഇവർക്ക് ബേസിക് കണ്ടീഷൻ 2 ഇല്ലായിരുന്നു. ബേസിക് കണ്ടീഷൻ 1 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഇഫ് എൻ ഇന്ത്യൻ സിറ്റിസൺ ഹു ലീവ്സ് ഇന്ത്യ ഇൻ എനി റെലവൻറ്റ് പ്രീവിയസ് ഇയർ ഫോർ എംപ്ലോയ്മെൻറ്റ് പർപ്പസ് ഓർ ആസ് എ ക്രൂ ഓഫ് എ മെമ്പർ ഓഫ് എ ഇന്ത്യൻ ഷിപ്പ്, or an Indian citizen or a person of Indian origin who stays outside India and comes to India for visit purpose, in that case basic condition 182 മാത്രം ഫുൾഫിൽ ചെയ്താൽ മതിയായിരുന്നു. അതായത് 182 ആണെങ്കിൽ
182 days or more in relevant previous year his stay ഉണ്ടായിരുന്നെങ്കിൽ he will become a resident. 182 കണ്ടീഷൻ ഇല്ലെങ്കിൽ ബേസിക് കണ്ടീഷൻ 2 ഇല്ലായിരുന്നു, ഡയറക്ട്ലി ഹി വിൽ ബി നോൺ റെസിഡൻറ്റ് എന്നായിരുന്നു നമ്മുടെ പഴയ പ്രൊവിഷൻസ്. ഇപ്പോഴും ഈ കണ്ടീഷനിൽ ഇന്ത്യൻ സിറ്റിസൺ ഹു ലീവ്സ് ഇന്ത്യ in any previous year for employment purpose or as a member of a crew of Indian ship, ഇതിനകത്ത് ഒരു അമെൻമെൻറ്റും വന്നിട്ടില്ല. അതായത് ഇവിടെ സ്റ്റിൽ 182 ഡേയ്സിൻ്റെ കണ്ടീഷൻ, ബേസിക് കണ്ടീഷൻ ഫുൾഫിൽ ആയിക്കഴിഞ്ഞാൽ ദെൻ ഹി വിൽ ബിക്കം എ റെസിഡൻറ്റ്. 63-65 ഡേയ്സിൻ്റെ കണ്ടീഷൻ ഇപ്പോഴും ഇല്ല. പക്ഷേ ഇഫ്, ഇവിടെയാണ് അമെൻമെൻറ്റ്, എല്ലാവരും ശ്രദ്ധിക്കുക. ഇഫ് an individual who is an Indian citizen or a person of Indian origin. First, let's see who is Indian citizen. Indian citizen എന്ന് പറഞ്ഞാൽ അക്കോർഡിംഗ് ടു സിറ്റിസൺഷിപ്പ് ആക്ട് എൻ്റെ ചില ഡോക്യുമെൻറ്റ്സ് നോക്കിയിട്ട് ഇന്ത്യ എന്ന രാജ്യം എനിക്ക് സിറ്റിസൺഷിപ്പ് തരുകയാണെങ്കിൽ ഇന്ത്യൻ സിറ്റിസണായി മാറും ഞാൻ. ഇനി പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ എന്ന് വെച്ചാൽ ഞാൻ, അല്ലെങ്കിൽ എൻ്റെ പേരൻസ്, അല്ലെങ്കിൽ എൻ്റെ ഗ്രാൻഡ് പാരൻസ്, പെറ്റേണലും മെറ്റേണലും ഏതെങ്കിലും ഒരാൾ അൺഡിവൈഡഡ് ഇന്ത്യക്ക് മുന്നേ ഉണ്ടായിരുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ആവും. ഫോർ എക്സാമ്പിൾ ഞാനല്ല, പക്ഷെ എൻ്റെ ഗ്രാൻഡ് പാരൻസ്, മെറ്റേണൽ ഗ്രാൻഡ് പാരൻറ്റ് അല്ലെങ്കിൽ പെറ്റേണൽ ഗ്രാൻഡ് പാരൻറ്റ്, അച്ഛൻ്റെ അല്ലെങ്കിൽ അമ്മയുടെ അച്ഛനമ്മമാർ ആരെങ്കിലും ഒരാൾ അൺഡിവൈഡഡ് ഇന്ത്യ, അതായത് 1947 മുന്നേ ഉള്ള ഇന്ത്യയിൽ ബോൺ ആയിരുന്നെങ്കിൽ ഞാൻ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ആവും. സോ ഇഫ് ഞാനൊരു ഇന്ത്യൻ സിറ്റിസൺ ഓർ എ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ഹൂ സ്റ്റേസ് ഔട്ട്സൈഡ് ഇന്ത്യ, ഞാൻ ഇന്ത്യക്ക് പുറത്താണ് താമസിക്കുന്നത്, ആൻഡ് ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ ഞാൻ വിസിറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ വരികയാണെങ്കിൽ ഇവിടെയാണ് നമ്മുടെ അമെൻമെൻറ്റ് വന്നിരിക്കുന്നത്. എന്താണ് അമെൻമെൻറ്റ്? ആദ്യം ഇതായിരുന്നു ഓൾഡ് പ്രൊവിഷൻ എന്തായിരുന്നു? 182 ഡേയ്സ് ഓർ മോർ റെലവൻറ്റ് പ്രീവിയസ് ഇയറിൽ സ്റ്റേ ഉണ്ടെങ്കിൽ ഐ വിൽ ബിക്കം എ റെസിഡൻറ്റ്. സെക്കൻഡ് ബേസിക് കണ്ടീഷൻ ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അവരെന്താ പറയുന്നത്? ഈ കേസാണെങ്കിൽ, അതായത് ഇന്ത്യൻ സിറ്റിസൺ ഓർ എ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ഹു സ്റ്റേസ് ഔട്ട്സൈഡ് ഇന്ത്യ ആൻഡ് കംസ് ടു ഇന്ത്യ ഫോർ വിസിറ്റ് പർപ്പസ്, ആ കേസിൽ വി ഹാവ് ടു ചെക്ക് വെദർ ഹിസ് ഇൻകം, ഏത് ഇൻകം? ഇന്ത്യൻ ഇൻകം is more than 15 lakhs. Check whether Indian income is more than 50 lakhs. If Indian income is more than 15 lakhs, Indian income, അതായത് no foreign income include ചെയ്യണ്ട. Indian income 15 lakhsന് കൂടുതലാണെങ്കിൽ എനിക്ക് സെക്കൻഡ് കണ്ടീഷൻ, ബേസിക് കണ്ടീഷൻ 2 എനിക്ക് നോക്കണം. ബട്ട് വിത്ത് എ സർട്ടൻ മോഡിഫിക്കേഷൻ. എന്താണ് സർട്ടൻ മോഡിഫിക്കേഷൻ? ഈ 60 ഡേയ്സിന് പകരം എനിക്ക് വരുന്നത് 120 ഡേയ്സ് ആണ്. അതായത് ഞാൻ ഇന്ത്യൻ സിറ്റിസൺ ഓർ എ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ, ഇന്ത്യക്ക് പുറത്താണ് താമസിക്കുന്നത്, വിസിറ്റ് പർപ്പസിന് വേണ്ടി ഇന്ത്യയിൽ വന്നു. അപ്പോൾ വന്നിരിക്കുന്ന അമെൻമെൻറ്റ് ഞാൻ പറയാം. ഞാൻ ഇന്ത്യൻ സിറ്റിസൺ ഓർ എ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ഹു സ്റ്റേസ് ഔട്ട്സൈഡ് ഇന്ത്യ and comes to India for visit purpose, ആ കേസിൽ 182 മുകളിലാണ് എൻ്റെ സ്റ്റേ എന്ന് വെച്ചാൽ നോ ഡൗട്ട് ഞാൻ റെസിഡൻ്റ് ആവും. പക്ഷേ ഞാൻ 182 ഡേയ്ന് മുകളിലല്ല, 182 ഡേയ്ന് താഴെയാണെങ്കിൽ എനിക്ക് ബേസിക് സെക്കൻഡ് കണ്ടീഷനും ചെക്ക് ചെയ്യണം. പക്ഷെ അതിന് മുന്നേ നോക്കണം എൻ്റെ ഇന്ത്യൻ ഇൻകം, അതായത് ഇൻകം ഫ്രം ഇന്ത്യ എൻ്റെ 15 lakhsന് മുകളിലാണോ എന്ന്. ആ കേസിൽ എനിക്ക് സെക്കൻഡ് കണ്ടീഷൻ അപ്ലൈ ആവും. പക്ഷെ ആ സെക്കൻഡ് കണ്ടീഷനിൽ ചെറിയൊരു മോഡിഫിക്കേഷൻ ഉണ്ട്. അതായത് ഈ 60 ഡേയ്സിന് പകരം 120 ഡേയ്സ് ഇൻ റെലവൻറ്റ് പ്രീവിയസ് ഇയർ പ്ലസ് 365 ഡേയ്സ് ഓർ മോർ ഇൻ 4 ഇയേഴ്സ് ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് റെലവൻറ്റ് പ്രീവിയസ് ഇയർ. ഓക്കെ, സിമ്പിളാണ്. ഞാനൊരു ചാർട്ട് മാതിരി വരച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം, സോ ദാറ്റ് യു ക്യാൻ റിമെമ്പർ തിങ്സ്. So, if an Indian citizen or a person of Indian origin, okay, Indian citizen or a person of Indian origin
to India for visit, അപ്പം ആ കേസിൽ നമുക്ക് എന്താ നോക്കേണ്ടത്? ഇതിനെ രണ്ട് തരത്തിൽ നമ്മൾ ബൈഫർക്കേറ്റ് ചെയ്യും. ഓക്കെ, ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ്. ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ എന്താ? 182 days or more in relevant previous year. അപ്പോൾ ഞാൻ അതും എഴുതാം ഇവിടെ. 182 days or more stayed in India. Okay. ആ കേസിൽ ആ വ്യക്തി റെസിഡൻ്റ് ആവും. ഇനി അയാൾ റെസിഡൻറ്റ് ഓർ ഓർഡിനറി റെസിഡൻറ്റ്, അതോ റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്, ദിസ് ഈസ് ഡിപ്പെൻഡൻ്റ് ഓൺ additional conditions. Okay, 6.6 additional conditions ഉണ്ട്. അതനുസരിച്ച് additional conditions എന്താ? 730 days or more in 7 years immediately preceding relevant previous year, and he should be resident of India for at least 2 years out of 10 years immediately preceding relevant previous year. So first basic condition, അതായത് 182 days or more fulfill ചെയ്യണമെങ്കിൽ no doubt he will become resident. ഇനി ഓർഡിനറി റെസിഡൻ്റ് ആണോ അല്ലയോ എന്നുള്ളത് അഡീഷണൽ കണ്ടീഷൻ വെച്ച് നോക്കണം. ഇനി എൻ്റെ അടുത്ത പ്രോബ്ലം എന്താ? സപ്പോസ് ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ്. ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ്. ഇൻ ദിസ് കേസ് എനിക്ക് നോക്കണം രണ്ട്. ഫസ്റ്റ്, check whether my total income എന്ന് വെച്ചാൽ other than foreign source of income, other than foreign source income, total income is up to 15 lakhs. ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ, അതായത് 182 days ഞാൻ ഫുൾഫിൽ ചെയ്യുന്നില്ല. അപ്പോൾ നെക്സ്റ്റ് കാര്യം എന്താ? ചെക്ക് ചെയ്യൂ എൻ്റെ ടോട്ടൽ ഇന്ത്യൻ ഇൻകം എത്രയാണെന്ന്. അപ് ടു 15 lakhs ആണെങ്കിൽ ഐ വിൽ സ്ട്രേറ്റ് അവേ ബിക്കം നോൺ റെസിഡൻറ്റ്. ബട്ട് ഇഫ് മൈ ടോട്ടൽ ഇൻകം അതായത് ഇന്ത്യൻ ഇൻകം, ഈ ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ പറഞ്ഞുതരാം. Other than foreign source income is more than 15 lakhs, in that case again two condition നോക്കണം. ഓക്കെ, എന്താണത്? ഇത് ഞാനിവിടെ എഴുതാം. Then check the basic condition 2, stay in India for 120 days or more in previous year plus 365 days or more in 4 years immediately preceding relevant previous year. Suppose the answer is yes, then he will become resident but always not ordinary resident. ഇയാൾ ഒരിക്കലും, അതായത് നിങ്ങളുടെ സ്റ്റേ 120 to 182 ഡേയ്സിൻ്റെ 181 ഡേയ്സ് വരെ ആണെങ്കിൽ, ഇതിൻ്റെ ഉള്ളിലാണെങ്കിൽ, then you will become resident but always not ordinary resident. അഡീഷണൽ കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ട. റെസിഡൻ്റ് ആണ് പക്ഷെ ഒരിക്കലും ഓർഡിനറി റെസിഡൻ്റ് ആവില്ല. ആൻഡ് ഫോർ എക്സാമ്പിൾ ടോട്ടൽ ഇൻകം, എൻ്റെ ഇന്ത്യൻ ഇൻകം അതർ ദാൻ ഫോറിൻ സോഴ്സ് ഇൻകം ഈസ് മോർ ദാൻ 15 lakhs. ബട്ട് ഈ കണ്ടീഷൻസ് എൻ്റെ ഫുൾഫിൽ ആവുന്നില്ല, ബേസിക് കണ്ടീഷൻ എൻ്റെ ഫുൾഫിൽ ആവുന്നില്ലെങ്കിൽ, ദെൻ ഇൻ ദാറ്റ് കേസ് ഐ വിൽ ബിക്കം നോൺ റെസിഡൻറ്റ്. ഓക്കെ, ഞാനിത്
ചെറുതാക്കി കാണിച്ചു തരാം. യു ക്യാൻ ടേക്ക് എ സ്ക്രീൻഷോട്ട് ഓഫ് ദിസ്. ഓക്കെ, സോ സിമ്പിളാണ്. സിമ്പിൾ എന്നാണ് ഞാൻ പിന്നെയും പറയാം. റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. നോർമൽ കേസിൽ ഒരു പ്രോബ്ലം ഇല്ല. പ്രോബ്ലം എവിടെ വരുന്നത്? എക്സെപ്ഷനിൽ. എക്സെപ്ഷനിലും ഏത് കേസിലാണ്? ഇന്ത്യൻ സിറ്റിസൺ ഓർ എ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ who stays outside India and comes to India for visit purpose. In that case, ആദ്യം നമ്മൾ ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ ചെക്ക് ചെയ്യണം. ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ എന്താണ്? അതായത് 182 ഡേയ്സ് ഫുൾഫിൽ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇഫ് ഹി കംപ്ലീറ്റ്സ് 182 ഡേയ്സ്, he stays 182 days or more in relevant previous year, then no doubt he will become a resident. 182 days ഉണ്ടെങ്കിൽ check whether then he will automatically become resident. ഇനി ഓർഡിനറി റെസിഡൻ്റ് ആണോ അല്ലയോ എന്നുള്ളത് അഡീഷണൽ കണ്ടീഷൻ വെച്ച് ചെക്ക് ചെയ്യണം. ഇനി ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ, അതായത് 182 ഡേയ്സിൻ്റെ ക്രൈറ്റീരിയ ആൾ ഫുൾഫിൽ ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ അടുത്ത ആക്ടിവിറ്റി എന്താ? ടോട്ടൽ ഇൻകം, അതായത് ഇന്ത്യൻ ഇൻകം 15 lakhs മുകളിലാണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. 15 lakhs മുകളിൽ ആണെങ്കിൽ ദെൻ നമുക്ക് നോക്കണം അയാളുടെ സ്റ്റേ 120 days or more in relevant previous year and 365 days in 4 years immediately relevant previous year ആണോ എന്ന്. ആണെങ്കിൽ he will become resident but always not ordinary resident. സപ്പോസ് അയാളുടെ 15 lakhs ഇൻകം ആവുന്നില്ലെങ്കിൽ then no question he will straight away become non-resident. Okay, so ഈ ചാർട്ട് ഒന്ന് നോക്കിക്കോളൂ. ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ 182 days or more he will become resident. First basic condition satisfy ആയില്ലെങ്കിൽ check whether his total income is 15 lakh or more. 15 lakhന് താഴെയാണെങ്കിൽ straight away he will become non-resident. 15 lakhന് മുകളിലാണെങ്കിൽ check whether 120 days or more in relevant 120 days or more but less than 182 days in relevant previous year and 365 days and 4 years immediately relevant previous year. And if it is more than 15 lakhs but ഈ കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യുന്നില്ലെങ്കിൽ he will become non-resident. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതിനകത്ത്? പ്ലീസ് ക്വസ്റ്റ്യൻ കോമെൻറ്റ് സെക്ഷനിലിടാം. ഞാൻ നിങ്ങളെ തിയറി പാർട്ടിലേക്ക് കൊണ്ടുപോകാം. ഓക്കെ, സോ ഹിയർ ഈസ് ദ തിയറി. ഇത് ഞാൻ കമൻറ്റ് സെക്ഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. മോഡിഫിക്കേഷൻ ഓഫ് റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് പ്രൊവിഷൻസ്. ഇന്ത്യൻ സിറ്റിസൺ, പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ. ഇന്ത്യൻ സിറ്റിസൺ, പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ visiting India, and individual becomes resident in India if he satisfies any of the two basic conditions given by section 6 subsection 1. If he is in India 182 days, 60 or 365 days. But amendment in the condition evidana idana amendments. Okay, he should be an Indian citizen, okay, he should be an Indian citizen or a person of Indian origin. Total income or taxable income. Total income എന്ന് വെച്ചാൽ ഇവിടെ എന്താണ് ടോട്ടൽ ഇൻകം എന്ന് വെച്ചാൽ? Just a second. So he is an Indian citizen or a person of Indian origin. Okay. His total income എന്ന് വെച്ചാൽ ഏത് ഇൻകം ആണ്? നെറ്റ് ടാക്സബിൾ ഇൻകം. ഓക്കെ, ആഫ്റ്റർ ഡിഡക്ഷൻ ഉള്ള ഇൻകം ആണ് ടോട്ടൽ ഇൻകം. other than income from foreign sources exceeds 15 lakhs during relevant previous year. He comes in India on a visit. He is in India for 120 days or more but less than 182 days during the relevant previous year and 365 days. In the income from foreign sources means income which accrues or arises outside India. This is the most important part. Except income derived from a business controlled in or profession set up in India. For example, ഒരു ബിസിനസ് ഉണ്ട്. ഈ ബിസിനസ് സെറ്റപ്പ് ഇൻ ദുബായ് ബട്ട് കൺട്രോൾഡ് ഫ്രം ഇന്ത്യ. അപ്പോൾ ഈ കേസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ബിസിനസ് സെറ്റപ്പ് ഇൻ ദുബായ് അല്ലെങ്കിൽ ബിസിനസ് സെറ്റപ്പ് ഔട്ട്സൈഡ് ഇന്ത്യ ബട്ട് കൺട്രോൾ ഓർ മാനേജ് ഇന്ത്യ.
എന്ന് വരുമ്പോൾ ഇറ്റ് ഈസ് ടാക്സബിൾ ടു റെസിഡൻറ്റ് ആസ് ആൻഡ് ഓർഡിനറി റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് ഓൾസോ, അവർക്കും ഇത് ടാക്സബിൾ ആണ്. സോ ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ഇന്ത്യൻ ഇൻകം. അപ്പോൾ ഇഫ് എ ബിസിനസ് ഈസ് കൺട്രോൾഡ്, ഈ പോയിന്റ് ഓർമ്മ വയ്ക്കണം, ഇവിടെയാണ് ഏറ്റവും കൂടുതൽ മിസ്റ്റേക്ക് വരുന്നത്. ഇഫ് ബിസിനസ് സെറ്റപ്പ് ഔട്ട്സൈഡ് ഇന്ത്യ ബട്ട് കൺട്രോൾ ഓർ മാനേജ് ഇൻ ഇന്ത്യ, അത് ഇന്ത്യൻ ഇൻകം ആണ്, അത് ഫോറിൻ ഇൻകം അല്ല, അത് ഇന്ത്യൻ ഇൻകം ആണ്. ഞാൻ പിന്നെയും പറയാം, ബിസിനസ് സെറ്റപ്പ് ഔട്ട്സൈഡ് ഇന്ത്യ ബട്ട് കൺട്രോൾ ഓർ മാനേജ് ഇൻ ഇന്ത്യ ആണെങ്കിൽ ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ഇന്ത്യൻ ഇൻകം. അതും ഇതിനകത്ത് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യണം. 15 lakhs ക്രൈറ്റീരിയയുടെ ഉള്ളിൽ ആ ഇൻകമും നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യണം. Person of Indian origin, person is deemed to be of Indian origin if he or either of his parents or any of his grandparents was born in undivided India. Undivided India എന്ന് വെച്ചാൽ പാകിസ്ഥാനും ബംഗ്ലാദേശും വേറെ ആവുന്നതിന് മുന്നേ ഉള്ള ഇന്ത്യയിൽ ഞാൻ അല്ലെങ്കിൽ എൻ്റെ പാരൻസ് അല്ലെങ്കിൽ എൻ്റെ ഗ്രാൻഡ് പാരൻസ് ആരെങ്കിലും താമസിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ആവും. ഓക്കെ, സോ ജസ്റ്റ് എ ക്വിക്ക് റിവിഷൻ. ദിസ് അമെൻമെൻറ്റ് ഈസ് applicable only on an Indian citizen or a person of Indian origin who stays outside India and comes to India for visit purpose. In that case, check first basic condition. 182 days nu mugalil undengil he will become resident, no doubt. Ordinary resident aano alleyo ennallathu additional condition check cheyidittu ningalku fulfill cheyam. But if he does not fulfill or satisfy the first basic condition, അതായത് 182 ഡേയ്സിൻ്റെ ക്രൈറ്റീരിയ അയാൾ കംപ്ലീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ, in that case you check whether his Indian income is exceeding 15 lakhs or it is less than 15 lakhs. If it is less than 15 lakhs, then straight away he will become non-resident. If it is more than 15 lakhs, then check whether his stay in India in the relevant previous year is more than 120 days but less than 182 days and 365 days in 4 years immediately preceding relevant previous year. If answer is yes, then he will become a resident but always not ordinary resident. But if he doesn't fulfill this condition, that is 120 and 365 condition, then he will straight away become non-resident even if his income exceeds 15 lakhs. Okay? അപ്പോൾ ഇതാണ് നിങ്ങളുടെ റെസിഡൻഷ്യൽ സ്റ്റേറ്റസിനുള്ള വെരി ഇമ്പോർട്ടൻറ്റ് പ്രൊവിഷൻ. ഇനി നെക്സ്റ്റ് വരുന്നത് മോഡിഫിക്കേഷൻ ഓഫ് റെസിഡൻഷ്യൽ സ്റ്റേറ്റസ് പ്രൊവിഷൻസ്. ഇത് 6(6)ലും ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. അതായത് 6(1)ൽ വന്നിരിക്കുന്ന പോലെ തന്നെ 6(1)(a), 6(6)(d) ഇതിൽ വന്നിരിക്കുന്ന അമെൻമെൻറ്റ്സ് എന്താണെന്ന് നോക്കാം. സംടൈംസ് ഞാൻ പറഞ്ഞുതരാം എന്താണ് ഈ റീസണിന് കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സപ്പോസ് മിസ്റ്റർ എക്സ്, he is an Indian citizen. Okay, and he stays in Dubai. Okay, and comes to in India for visit purpose. Okay, അത് നമുക്ക് കൺസിഡർ ചെയ്യാം. ഈ ദുബായിലാണ് ഇയാൾ വർക്ക് ചെയ്യുന്നത്. മോസ്റ്റ്ലി ഒരു 360 days he stays in Dubai. മോസ്റ്റ്ലി ഓൺ ആൻ ആവറേജ് 360 days ദുബായിലാണ് സ്റ്റേ ചെയ്യുന്നത്. Now ഇവിടെ ഇന്ത്യയിൽ he comes for 10 to 15 days in a year. Okay, now this person, Indian citizen who stays outside India and comes to India for visit purpose, first condition 182 fulfill ആവുന്നില്ല. Second condition, now this person total income, അതായത് from India he is earning 15 lakhs. From India he is earning 15 lakhs, more than 15 at least 15 lakhs or more. ആ കേസിൽ now if you see രണ്ട് കണ്ടീഷനും ഇയാൾ ഫുൾഫിൽ ചെയ്യുന്നില്ല. ഏത് 182 ഡേയ്സിൻ്റെ കണ്ടീഷനും ഫുൾഫിൽ ചെയ്യുന്നില്ല ആൻഡ് 120 days പ്ലസ് 365 ഡേയ്സിൻ്റെ കണ്ടീഷനും ഫുൾഫിൽ ചെയ്യുന്നില്ല. അപ്പോൾ ഈ കേസിൽ എന്താ വരുന്നത്? മിസ്റ്റർ എക്സ് ഈസ് നോട്ട് എ റെസിഡൻറ്റ് ഓഫ് ഇന്ത്യ. ഓക്കെ, now if you see when he goes to ദുബായിലെ റിസോഴ്സസ് യൂസ് ചെയ്തിട്ട് അയാൾ ഇൻകം ഏൺ ചെയ്യുന്നുണ്ട്. പക്ഷേ ദുബായിലാണെങ്കിലോ ടാക്സ് കളക്ട് ചെയ്യുന്നില്ല. ടിൽ നൗ ടാക്സിൻ്റെ പ്രൊവിഷൻ അവിടെ ഇല്ല. അപ്പോൾ എന്താ വരും? ഇയാൾ ദുബായിലും ടാക്സ് അടക്കില്ല,
ഇന്ത്യയിൽ റെസിഡൻ്റ് അല്ലാത്ത കാരണം ഇന്ത്യയിലും ടാക്സ് വരുന്നില്ല. അപ്പോൾ ടാക്സിൻ്റെ ഒരു ബേസിക് പ്രൊവിഷൻ എന്താ വെച്ചാൽ, ഒരു ബേസിക് നേച്ചർ എന്താണെന്ന് വെച്ചാൽ, എവിടെയെങ്കിലും നിങ്ങൾ ഇൻകം ഏൺ ചെയ്യുന്നുണ്ട്, നിങ്ങൾ അവിടുത്തെ റിസോഴ്സസ് യൂസ് ചെയ്യുന്നുണ്ട്, സോ യു ഹാവ് ടു കോൺട്രിബ്യൂട്ട് സംതിങ് ഇൻ ദി നെയിം ഓഫ് ടാക്സ്. ഇപ്പോൾ ഇവിടെ ദുബായിലും അയാൾ ടാക്സ് പേ ചെയ്യുന്നില്ല, ഇന്ത്യയിലും ടാക്സ് പേ ചെയ്യുന്നില്ല. കാരണം ഇന്ത്യയിലെ പ്രൊവിഷൻസാണ് കാരണം അയാൾ റെസിഡൻ്റ് അല്ലാത്തപ്പോൾ അയാൾക്ക് ടാക്സും വരില്ല. പക്ഷേ ദുബായ് ആണെങ്കിൽ ദുബായിൽ ടാക്സും അടയ്ക്കുന്നില്ല, അപ്പോൾ രണ്ട് സ്ഥലത്തും അയാൾ ടാക്സ് അടയ്ക്കുന്നില്ല. അപ്പോൾ ആ കേസിൽ ഇവരെ ഇങ്ങനത്തെ ആൾക്കാരെ ടാക്സ് ബ്രാക്കറ്റിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അമെൻമെൻ്റ് ആണ് വന്നിരിക്കുന്നത്. എന്താണ് പറയുന്നത്? See, if he is not paying anywhere tax as per his domicile, അയാൾക്ക് ടാക്സേഷൻ വരും. അപ്പം നമുക്ക് ഈ പ്രൊവിഷൻ പിന്നെയും വായിക്കാം. The individual would be resident but not ordinary resident in case the assessee is an Indian citizen. ഇവിടെ ഈ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. The assessee is an Indian citizen. ഇവിടെ person of Indian origin ഇല്ല. Okay, here in this condition person of Indian origin ഇല്ല, Indian citizen ആണെങ്കിൽ മാത്രമേ ഉള്ളൂ. If assessee is an Indian citizen, second, his total income, അതായത് after deduction, other than income from foreign sources exceeds 15 lakhs during relevant previous year, and he is not liable to tax in any other country or territory by reason of his domicile or residence or any other criteria of similar nature. See, now he is not a citizen of Dubai. അവിടെ ദുബായിൽ അയാൾക്ക് ടാക്സും നടക്കണ്ട. ഇന്ത്യയിൽ he is not becoming a resident also, but still he is a citizen. If he is earning 15 lakhs or more in relevant previous year, then third one, if he is not getting taxed in any of the country, then in that case ആരുടെയും അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് പറയും, നീ ആർക്കും ടാക്സ് നടക്കുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് നീ ടാക്സ് നടക്കേണ്ടി വരും. ഓക്കെ, ബട്ട് ഓൺ വിച്ച് ഇൻകം? ഹിസ് ഇന്ത്യൻ ഇൻകം, ദാറ്റ് ഈസ് Indian income after deducting ATC deductions under chapter 6 deductions എല്ലാം മൈനസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഇന്ത്യൻ ഇൻകം. ഫോറിൻ ഇൻകമിൽ നമ്മൾ ഇന്ത്യക്കാർ ടാക്സ് മേടിക്കില്ല, പക്ഷേ അയാളുടെ ഇന്ത്യൻ ഇൻകമിൽ നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ടാക്സ് മാർപ്പിക്കും. ഓക്കെ, സോ ഇതാണ് ഡീംഡ് ടു ബി റെസിഡൻറ്റിൻ്റെ പ്രൊവിഷൻ. വെരി ഇമ്പോർട്ടൻറ്റ്. റെസിഡൻഷ്യൽ സ്റ്റേറ്റസിൽ 2 അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്. ഒന്ന് വിസിറ്റർ ആ കേസിൽ, രണ്ടാമത്തേത് ക്ലോസ്ലി റിലേറ്റഡ് ടു ദാറ്റ് ഡീംഡ് റെസിഡൻറ്റ്. പക്ഷേ ഇവിടെ ഓർക്കേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് വെച്ചാൽ ഹിയർ SSC ഈസ് ആൻ ഇന്ത്യൻ സിറ്റിസൺ, പക്ഷെ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ഇതിനകത്ത് കവർ ആവുന്നില്ല. ഇന്ത്യൻ സിറ്റിസൺ മാത്രമേ കവർ ആവുന്നുള്ളൂ. 15 lakhsന് മുകളിൽ അയാൾക്ക് ഇന്ത്യൻ ഇൻകം വരുന്നുണ്ടെങ്കിൽ, ആൻഡ് തേർഡ്, ഹി ഈസ് നോട്ട് പേയിങ് ടാക്സ് ഇൻ എനി അതർ കൺട്രി ഓർ ടെറിട്ടറി ഓൺ ദ ബേസിസ് ഓഫ് ഹിസ് ഡൊമിസൈൽ, residence or any other criteria. In that case he will become a resident, but always not ordinary resident. Okay, so this is how residential status is covered. Okay, continuing to the next part, that is income from salaries. Income from salaries nathu ടോട്ടലി ഒരു 2 അമെൻമെൻ്റ് ആണ് വന്നിരിക്കുന്നത്. അത് നമുക്ക് നോക്കാം. ഇൻകം ഫ്രം സാലറി അമെൻമെൻറ്റ് ഇൻ പെർക്വിസിറ്റ് അണ്ടർ സെക്ഷൻ 17(2) clause 7. ഓക്കെ, ഇത് 17 എന്ന് പറയുമ്പോൾ പെർക്വിസിറ്റിൻ്റെ സെക്ഷനാണ്. എന്താണ് അമെൻമെൻറ്റ് വന്നിരിക്കുന്നത്? Employer's contribution to account of employee in RPF, Recognized Provident Fund, Superannuation Fund, pension scheme covered by section 80 CCD shall be taxable as a perquisite under section 17(2)(7) to the extent of accumulated amounts exceeds rupees 7,50,000. While this amendment is introduced in section 17(2) clause 7, there is no corresponding amendment made to section 7. A combined reading will lead to the following conclusion. ഇത് നമുക്ക് പിന്നെ നോക്കാം. ആദ്യം നമുക്ക് ഓൾഡ് പ്രൊവിഷൻ എന്തായിരുന്നു എന്നുള്ളത് നോക്കാം. ഓക്കെ, this is
income from salaries. Okay. ഇനി നമുക്ക് ഓൾഡ് പ്രൊവിഷൻ എന്തായിരുന്നു നോക്കാം. ഓക്കെ, അപ് ടു ഞാനിവിടെ ഇങ്ങനെ എഴുതാം, അപ് ടു പ്രീവിയസ് ഇയർ 1920. ഓക്കെ, എന്തായിരുന്നു നമ്മുടെ സിറ്റുവേഷൻ. Now if you remember section 7, section 7 എന്തായിരുന്നു? ആദ്യം ഞാൻ പറയാം. Employers contribution to RPF, Recognized Provident Fund. If you remember, നമുക്ക് ഇവിടെ exemption കിട്ടുമായിരുന്നു. exempt up to 12% of salary. ഓക്കെ, നമ്മളിത് മൈനസ് ചെയ്യും. ബാക്കി ടാക്സബിൾ ഫോർ എംപ്ലോയി അണ്ടർ ദി ഹെഡ് സാലറി. ഓക്കെ, ഇവിടെ സാലറി എന്ന് വെച്ചാൽ എന്തായിരുന്നു? ഇഫ് യു റിമെമ്പർ, സാലറി എന്ന് വെച്ചാൽ ഫസ്റ്റ് ബേസിക് സാലറി, second DA in terms, third percentage commission of turnover. Okay, yes. ഇനി ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് വൺ, റെക്കഗ്നൈസ് പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്കുള്ള കോൺട്രിബ്യൂഷൻ. ഇനി ഈ കോൺട്രിബ്യൂഷൻ്റെ മുകളിൽ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും. അപ്പോൾ അതിൻ്റെ എങ്ങനെയായിരുന്നു? ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ടു RPF. ഓക്കെ, ഇവിടെ ഞാൻ എഴുതി, ഇവിടെയും എക്സംഷൻ കിട്ടുമായിരുന്നു. ലെസ് എക്സെംപ്റ്റ് അപ് ടു 9.5% പെർ ആനം. നമ്മളിത് മൈനസ് ചെയ്യും, അപ്പോൾ നമുക്ക് ബാലൻസ് കിട്ടും. ഇത് ടാക്സബിൾ ഫോർ എംപ്ലോയി അണ്ടർ ദി ഹെഡ് സാലറി. ഓക്കെ, ഇനി തേർഡ്, എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടു പെൻഷൻ സ്കീം. ഇനി ഇതിൻ്റെ എന്തായിരുന്നു? നമുക്കെല്ലാവർക്കും അറിയാം, രണ്ട് പെൻഷൻ സ്കീമാണുള്ളത്. ഒന്ന് നാഷണൽ പെൻഷൻ സ്കീം ആൻഡ് സെക്കൻഡ് വൺ ഇസ് അടൽ പെൻഷൻ യോജന. ഓക്കെ, അപ്പോൾ ഇവിടെ എനിക്ക് എമൗണ്ട് കിട്ടി. ഇത് ആദ്യം ഇനീഷ്യലി ദിസ് വുഡ് ബി ടാക്സബിൾ. എല്ലാം ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ. ഇനീഷ്യലി ദിസ് വുഡ് ബി ടാക്സബിൾ, ദെൻ 80 CCDയിൽ അതിൻ്റെ ഡിഡക്ഷൻ കിട്ടും. കറക്റ്റ് അല്ല? ഓക്കെ, യെസ്. ഇനി ഇതായിരുന്നു നമ്മുടെ കോൺട്രിബ്യൂഷൻ, എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ടു RPF ആൻഡ് പെൻഷൻ സ്കീം. ठीक है, ഇനി അടുത്തത് എവിടെയാണ് നമുക്ക് അമെൻമെൻറ്റ് വന്നിരിക്കുന്നത്? സെക്ഷൻ 17, അതായത് പെർക്വിസിറ്റ്. അപ്പോൾ 17(2)(7 പെർക്വിസിറ്റ്. ഇഫ് യു റിമെമ്പർ, ഈ പെർക്വിസിറ്റിൽ എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടു സൂപ്പർആനുവേഷൻ ഫണ്ട്. ഓക്കെ, ഇതിൽ എനിക്ക് എക്സംഷൻ കിട്ടും അപ് ടു ₹1,50,000. ഓക്കെ, ബാക്കി ടാക്സബിൾ ഫോർ എംപ്ലോയി അണ്ടർ ദി ഹെഡ് സാലറി. ഓക്കെ, ഇതാണ് നമ്മുടെ പോസിറ്റീവ് ഏർണിംഗ്, ഇതാണ് നമ്മുടെ ടാക്സബിൾ ഇൻകം.
ഓക്കെ, അപ്പം ഇതായിരുന്നു നമ്മുടെ ഓൾഡ് പ്രൊവിഷൻ. ഇതെല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ടു RPF ടാക്സബിൾ ഇൻ എക്സസ് ഓഫ് 12%, ഇൻട്രസ്റ്റ് ആണെങ്കിൽ ടാക്സബിൾ ഇൻ എക്സസ് ഓഫ് 9.5% പെർ ആനം. എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ഇനീഷ്യലി ഇറ്റ് വുഡ് ബി ടാക്സബിൾ, പിന്നെ അതിനുശേഷം നമുക്ക് ഡിഡക്ഷൻ കിട്ടും 80 CCD2. ദെൻ അതിനുശേഷം നമ്മുടെ ഇപ്പം നോക്കി 17/7 പെർക്യൂസെറ്റ് ആദ്യം നമുക്ക് 1,50,000 ആണ് എക്സംഷൻ കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പം എന്താണ് അമെൻമെൻറ്റ് വന്നത്? നമുക്ക് നമ്മുടെ ആ എക്സംഷൻ്റെ ലിമിറ്റ് ഉണ്ടല്ലോ, അത് 7,50,000 ആയിട്ട് റേസ് ആയി. അതായത് 1,50,000 ആയിരുന്നു, അത് 7,50,000 ആയി. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇത് അഗ്രിഗേറ്റ് ഓഫ് RPF കോൺട്രിബ്യൂഷൻ, SPF കോൺട്രിബ്യൂഷൻ ആൻഡ് പെൻഷൻ സ്കീം കോൺട്രിബ്യൂഷൻ, ഇത് എങ്ങാനും ഇത് മൂന്നിൻ്റെയും ഇത് മൂന്നിൻ്റെയും ടോട്ടൽ എൻ്റെ 7,50,000 എക്സീഡ് ആവുകയാണെങ്കിൽ എന്നാൽ എനിക്ക് ടാക്സബിൾ ആവും. 7,50,000 വരെ എനിക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? എക്സംഷൻ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ എന്താണ് മാം, ഇവിടെ എന്താണ് നമുക്ക് എക്സീഡ് ചെയ്ത് പറഞ്ഞിട്ടുള്ളത്? നോ കറസ്പോണ്ടിങ് അമെൻമെൻറ്റ് മെയ്ഡ് ടു സെക്ഷൻ 7. അപ്പോൾ എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ എന്തിലൊക്കെയാണ്? 3 കാര്യങ്ങളിലാണ്: RPF, SPF ആൻഡ് പെൻഷൻ. പെൻഷൻ ഫുൾ നമുക്ക് കൺസിഡർ ചെയ്യേണ്ടി വരും. SPF 17 ആണ് സെക്ഷൻ, പെർക്യൂസിറ്റിലാണ് വരുന്നത്. അപ്പോൾ അതിൽ അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്, അത് നമുക്ക് കൺസിഡർ ചെയ്യണം. പക്ഷെ അവരെന്താ പറയുന്നത്? RPF ഏതിനകത്താണ് വരുന്നത്? സെക്ഷൻ 7. പക്ഷെ സെക്ഷൻ 7 ഒരു അമെൻമെൻറ്റും വന്നിട്ടില്ല. അപ്പോൾ സെക്ഷൻ 7 സെയിം പ്രൊവിഷൻസ് സ്റ്റിൽ ഇറ്റ് വിൽ കണ്ടിന്യൂ. അതായത് ഇഫ് എംപ്ലോയറിൻ്റെ കോൺട്രിബ്യൂഷൻ ടു RPF നമുക്ക് എക്സംഷൻ കിട്ടിയ എത്രയാ? 12% ഓഫ് സാലറി. അവിടെ ഇപ്പോഴും ചേഞ്ചസ് വന്നിട്ടില്ല. അതായത് സെക്ഷൻ 7 സ്റ്റിൽ എക്സിസ്റ്റിംഗ് ആൻഡ് സ്റ്റിൽ ഇറ്റ് വിൽ കണ്ടിന്യൂ. പ്രോബ്ലം എവിടെയാണ്? അമെൻമെൻറ്റ് എവിടെയാണ് വന്നിരിക്കുന്നത്? പെർക്യൂസെറ്റിൻ്റെ സെക്ഷനിൽ, സെക്ഷൻ 17(2)(7). അപ്പോൾ സെക്ഷൻ 17(2)(7) അമെൻമെൻറ്റ് വന്നപ്പോൾ RPF, SPF ആൻഡ് പെൻഷൻ്റെ കോൺട്രിബ്യൂഷൻ, മൂന്നിൻ്റെയും കോൺട്രിബ്യൂഷൻ 7,50,000 കൂടുതൽ ആവരുത്. 7,50,000 വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റും. പക്ഷെ RPF സെക്ഷൻ 7 സെക്ഷൻ 7 കോൺട്രിബ്യൂഷനിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഇനി കൺസിഡർ ചെയ്യുമ്പോൾ ഇതെങ്ങനെയാണ് കൺസിഡർ ആവുന്നത് ഞാൻ പറഞ്ഞുതരാം. ഇനി പ്രീവിയസ് ഇയർ 2021, ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത് ഓൾഡ് പ്രൊവിഷനായിരുന്നു. പ്രീവിയസ് ഇയർ 2021 എന്താണ് റീഡ്രാഫ്റ്റ് അല്ലെങ്കിൽ റീറൈറ്റ് ചെയ്തത്? സെക്ഷൻ 17(2)(7. It is rewritten as employer's contribution to RPF, SPF and pension scheme. ഓക്കെ, അപ്പം ഇങ്ങനെ വന്നേ. ഇനി ലെസ് എക്സെപ്റ്റ് പിന്നെ ഇങ്ങനെ 1, 2, 3 ലെസ് എക്സെപ്റ്റ് 7,50,000. Balance if answer is positive, then taxable perquisite under section 17(2)(7. ഇനി എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ഈ SPF പണ്ട് കിട്ടിക്കൊണ്ടിരുന്ന ഈ 1,50,000 ഇത് ഇനി കിട്ടില്ല. ഓക്കെ, അപ്പോൾ 1,50,000 ഇനി നമുക്ക് കിട്ടുന്നതല്ല. കാരണം എന്താ? ഇത് മൂന്നിൻ്റെയും കോൺട്രിബ്യൂഷൻ ഈസ് മാക്സിമം 7,50,000. അപ്പോൾ ഈ 1,00,000 ഇത് നമ്മുടെ ഏത് സെക്ഷനിലാണ് വരുന്നത്? 17. ഇവിടെയാണ് അമെൻമെൻറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഇനി നമുക്ക് കിട്ടില്ല, 1,50,000 കിട്ടില്ല. അപ്പോൾ SPF ഫുൾ കോൺട്രിബ്യൂഷൻ നമുക്ക് കൺസിഡർ ചെയ്യേണ്ടി വരും. ഓക്കെ, ഇനി പെൻഷൻ സ്കീം ടു എനിവേസ് ഇറ്റ് ഈസ് ഫുള്ളി ടാക്സബിൾ. ആദ്യം ഇനീഷ്യലി ഇറ്റ് ഈസ് ഫുള്ളി ടാക്സബിൾ.
പിന്നെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ATCCയുടെ ഡിഡക്ഷൻ കിട്ടുന്നത്. പക്ഷെ RPF നമുക്ക് ഫുൾ എടുക്കാൻ പറ്റില്ല. കാരണം എന്താ, സെക്ഷൻ 7 ഇപ്പോഴും സ്റ്റിൽ എക്സിസ്റ്റ് ആണ്. അപ്പോൾ സെക്ഷൻ 7 എന്താണ്, എക്സെപ്റ്റ് അപ് ടു 12% ഓഫ് സാലറി. അപ്പോൾ ഇവിടെ RPF നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഓൺലി ദ ടാക്സബിൾ പോർഷൻ നമ്മൾ എടുക്കുള്ളൂ. ഓക്കെ, നമ്മൾ ഏതെടുക്കുക, ടാക്സബിൾ പോർഷൻ മാത്രമേ നമ്മൾ ഇതിനകത്ത് കൺസിഡർ ചെയ്യുള്ളൂ. കാരണം സെക്ഷൻ 7ന്റെ ഇഫക്റ്റ് കൊടുത്തതിന് ശേഷം ബാക്കി വരുന്ന ടാക്സബിൾ എമൗണ്ട് ആണ് നമ്മളിവിടെ ചെയ്യുക. ഇനി ഈ മൂന്നിനെ ടോട്ടൽ ചെയ്ത് 7,50,000 ഒരു എക്സംഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടാക്സബിൾ പെർക്യൂസിറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ അമെൻമെന്റ് എന്താണ്, സാലറിയിൽ വന്നിരിക്കുന്ന അമെൻമെന്റ് 17(2)(7) അമെൻമെന്റ് വന്നിരിക്കുന്നത്. സെക്ഷൻ 7 ഒരു അമെൻമെന്റും വന്നിട്ടില്ല. 17(2) എന്താ വരുന്നത്, എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ടു സൂപ്പർ ആനുവേഷൻ ഫണ്ട്. അപ്പോൾ അന്ന് കഴിഞ്ഞ വർഷം വരെ 1,50,000 നമുക്ക് എക്സംഷൻ കിട്ടിയിരുന്നു. ഇത്തവണ അവർ ആ സെക്ഷനിൽ ഒരു അമെൻമെന്റ് വരുത്തി, എന്നിട്ട് ആ SPFനെ ഒന്ന് റീറൈറ്റ് ചെയ്തു. റീറൈറ്റ് എങ്ങനെ ചെയ്തത്, RPF, SPF പെൻഷൻ സ്കീമിലേക്കുള്ള എംപ്ലോയറിന്റെ കോൺട്രിബ്യൂഷൻ മാക്സിമം 7,50,000 വരെ എക്സംഷൻ കിട്ടും. അതിൽ കൂടുതൽ നമുക്ക് എക്സംഷൻ കിട്ടില്ല. അപ്പോൾ സൂപ്പർ ആനുവേഷന്റെ ഫണ്ടിന്റെ മുകളിൽ നമുക്ക് എക്സംഷൻ കിട്ടിക്കൊണ്ടുണ്ടായിരുന്ന 1,50,000 ഇനി കിട്ടില്ല. പെൻഷൻ സ്കീം ഓൾറെഡി ഫുള്ളി ടാക്സബിൾ ആണ്, പിന്നെ ATCCയുടെ ഡിഡക്ഷൻ നമുക്ക് കിട്ടും. തേർഡ് വൺ ഇസ് പ്രോബ്ലം ഇസ് RPF ഫുൾ എമൗണ്ട് എടുക്കാൻ പറ്റില്ല. കാരണം എന്താ കാരണം, സെക്ഷൻ 7 സ്റ്റിൽ എക്സിസ്റ്റിംഗ് ആണ്. അതായത് സെക്ഷൻ 7 ഡിലീറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ സെക്ഷൻ 7 ആദ്യം 12% എക്സംഷൻ കൊടുത്തിട്ട് ബാക്കി വരുന്ന ടാക്സബിൾ എമൗണ്ട് ആണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. എന്നിട്ട് ടോട്ടൽ എടുത്തിട്ട് 7,50,000 എക്സംഷൻ കൊടുക്കണം. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഒരു സമ്മ ചെയ്യാം. ഓക്കെ, ഞാനൊരു ചെറിയൊരു സമ്മ എടുക്കാം. ന്യൂമറിക്കൽ സമ്മ എടുക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ, ബേസിക് സാലറി is 16 lakh. DA in terms 8 lakhs. Percentage commission on turnover is 6 lakhs. Total comes to 30 lakhs. ഇതാണ് നമ്മുടെ സാലറി. ഇനി എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടു RPF, SPF and SAF, sorry, superannuation fund. എക്സ്ട്രീംലി സോറി, ഞാൻ SPF എന്ന് പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ സൂപ്പർ ആനുവേഷൻ ഫണ്ട് എന്ന് കൺസിഡർ ചെയ്യണേ, സോറി. ആൻഡ് പെൻഷൻ സ്കീം, കോൺട്രിബ്യൂഷൻ ടു പെൻഷൻ സ്കീം. ലെറ്റ്സ് ടേക്ക് 5 lakh, 2 lakh, 3 lakh. ഓക്കെ, നമുക്ക് ഇങ്ങനെ ഒന്ന് കൺസിഡർ ചെയ്യാം. ഇനി ദിസ് ഈസ് ലാസ്റ്റ് ഇയർ, പ്രീവിയസ് ഇയർ 1920 അനുസരിച്ച് എങ്ങനെയായിരിക്കും നമ്മുടെ സൊല്യൂഷൻ, ആൻഡ് പ്രീവിയസ് ഇയർ 2021, ദാറ്റ് ഈസ് ആർ കറണ്ട് റെലവൻറ്റ് പ്രീവിയസ് ഇയർ. ഓക്കെ, ഇതനുസരിച്ച് 1920 അനുസരിച്ച് എങ്ങനെയാണ് നമ്മുടെ ഇരിക്കുക, ആദ്യം എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടു RPF. ഓക്കെ, എത്രയാ, 5 lakh. Less exempt 12% of salary. നമ്മുടെ സാലറി എത്രയാ, 30 lakhs. 30 lakhsന്റെ 12% എന്ന് പറയുമ്പോൾ 12 is 36, 3,60,000. അപ്പം ബാക്കി എത്രയാ, 2,40,000 ടാക്സബിൾ. ഓക്കെ, ഇനി employers contribution to superannuation fund.
എത്രയാ? 2 lakhs. കഴിഞ്ഞ വർഷം വരെ നമുക്ക് എക്സംഷൻ എത്ര കിട്ടിക്കൊണ്ടിരുന്നത്? 1,50,000. ബാക്കി 50,000 ടാക്സബിൾ. ഇനി എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടു പെൻഷൻ ഫണ്ട്, പെൻഷൻ സ്കീം, അത് ഫുൾ നമുക്ക് ഇപ്പോൾ എടുക്കേണ്ടി വരും. കാരണം പിന്നീട് നമുക്ക് ഡിഡക്ഷൻ കിട്ടും 3 lakhs. Okay, so total comes to 3,50,000 plus 2,00,000, 4,90,000. സോറി, ഇവിടെ നമുക്ക് 1,40,000 അല്ലേ വരിക? 1,40,000, 3,00,000 plus 1, 4,90,000. ഇതായിരുന്നു നമ്മുടെ ടോട്ടൽ ടാക്സബിൾ എമൗണ്ട്. ഓക്കെ, ഇനി പ്രീവിയസ് ഇയർ 2021 ഇപ്പോൾ കറണ്ട് ഇയറിൽ അമെൻമെൻറ്റിന് ശേഷം നമുക്ക് എങ്ങനെയാണ് വരിക? ആദ്യം എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ, ആദ്യം ടു RPF എത്രയാ? 5 lakh മൈനസ് എക്സെപ്റ്റ് 12% ഓഫ് സാലറി 3,60,000. അപ്പോൾ എത്ര വരും? 1,40,000. ഓക്കെ, ടാക്സബിൾ. ഇനി ഇതിവിടെ ഞാൻ കണ്ടിന്യൂ ചെയ്യണം. ഇനി എങ്ങനെ വരിക? എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടു RPF, superannuation fund and pension scheme. പെൻഷൻ സ്കീമിൽ എത്രയാണ് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്? പെൻഷൻ സ്കീമിൽ നമ്മൾ 3 lakh, സൂപ്പർ ആനുവേഷനിൽ 2 lakh. പെൻഷൻ സ്കീമിൽ 3 lakh, സൂപ്പർ ആനുവേഷനിൽ 2 lakh. RPFൽ കോൺട്രിബ്യൂഷൻ ചെയ്തത് നമ്മൾ ഈ ബാലൻസ് 1,40,000 ആണ് എടുക്കുക. ഓക്കെ, അപ്പം കാരണം സെക്ഷൻ 7 സ്റ്റിൽ എക്സിസ്റ്റ് ആണ്. അപ്പോൾ 1,40,000. ഇപ്പോൾ ടോട്ടൽ എത്രയായി? 5 lakh plus 1, 6,40,000. ഇനി എക്സെപ്റ്റ് എത്രയാ? 7,50,000. അപ്പോൾ ഇപ്പോൾ ആസ് പെർ ന്യൂ പ്രൊവിഷൻ, ഇത് ആസ് പെർ ന്യൂ പ്രൊവിഷൻ, ഇവിടെയാണ് അമെൻമെൻറ്റ്. ഓക്കെ, 7,50,000. This will come to nil. ഓക്കെ, അപ്പോൾ നമ്മുടെ ടാക്സബിൾ എന്താണ്? ടാക്സബിൾ വിൽ ബി നിൽ. കാരണം ഫുള്ള് 7,50,000 നമുക്ക് എക്സെപ്റ്റ് ആയി വരും. ഓക്കെ, സോ ദിസ് ഈസ് അമെൻമെൻറ്റ് ഇൻ പെർക്യൂസൈറ്റ് അണ്ടർ സെക്ഷൻ 17(2)(7). ഇവിടെ ഫോർമാറ്റ് തന്നിട്ടുണ്ട്. ഈ നോട്ട്സും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കിൽ തരാം. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ട് നോക്കാം. ഓക്കെ, ഇനി ഇതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ കോൺട്രിബ്യൂഷൻ ചെയ്യും, എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ചെയ്യും. ആ കോൺട്രിബ്യൂഷൻ്റെ മുകളിൽ ഇൻട്രസ്റ്റും ഡിവിഡൻഡും ഇതെല്ലാം കിട്ടൂല എംപ്ലോയിക്ക്. അവർ പറയുന്നത്, അമെൻമെൻറ്റിൽ പറയുന്നത്, ഇതെല്ലാം ഈ ഇൻട്രസ്റ്റും ഈ ഡിവിഡൻഡും, ഇതിൻ്റെ മുകളിൽ കിട്ടുന്ന ഇൻട്രസ്റ്റും ഡിവിഡൻഡും ഇതെല്ലാം ടാക്സബിൾ ഫോർ എംപ്ലോയി ഇൻ ദി മാനർ പ്രിസ്ക്രൈബ് ബൈ CBDT. ഇതുവരെ ഏത് മാനറിലാണ് അത് ടാക്സബിൾ ആവുക എന്നുള്ളത് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇറ്റ് ഷാൽ ബി ടാക്സബിൾ ഫോർ ദി എംപ്ലോയി ഇൻ എ മാനർ പ്രിസ്ക്രൈബ് ബൈ CBDT. അത് ലേറ്റർ ഓൺ നമുക്ക് കൺഫേം ചെയ്ത് കിട്ടുന്നതായിരിക്കും. സോ ഇതുവരെ നമ്മൾ റെസിഡൻഷ്യൽ സ്റ്റേറ്റസും ഇൻകം ഫ്രം സാലറിയിലുള്ള അമെൻമെൻറ്റ്സ് ആണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഓക്കെ ഗൈസ്, ഞാൻ ഇന്നത്തെ വീഡിയോനകത്ത് ഇത്രയും മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ. ഇതിനകത്ത് ഞാൻ റെസിഡൻഷ്യൽ സ്റ്റേറ്റസും സാലറിയും കവർ ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇന്ന് കിട്ടും. ഇന്നിപ്പോൾ ഞാൻ ഇന്ന് തന്നെയാണ് ഇത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്ലോഡിന് ശേഷം നാളെ ഞാൻ പിന്നെ അടുത്തൊരു സെഷൻ, അതായത് ഇനി ബാക്കിയുള്ളത് ഹൗസ് പ്രോപ്പർട്ടിനകത്തൊരു അമെൻമെൻറ്റും ഇല്ല, ഹൗസ് പ്രോപ്പർട്ടിയിൽ അമെൻമെൻറ്റ്സ് ഇല്ല, PGBP, ക്യാപിറ്റൽ ഗെയിൻ, അതർ സോഴ്സസ്, ഈ മൂന്നിൻ്റെ
കമ്പൈൻ ചെയ്തിട്ടുള്ള അമെൻമെൻറ്റ് വീഡിയോ ഞാൻ നാളെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നാളെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ജൂണിന് ഞാനിത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, 1 ജൂണിന് റെസിഡൻഷ്യൽ സ്റ്റേറ്റസും ആൻഡ് നമ്മുടെ സാലറിയിൽ വന്നിരിക്കുന്ന അമെൻമെൻറ്റ്സുമാണ് ഞാൻ ചെയ്യുന്നത്. ഇത് ഞാൻ ചെറിയ ചെറിയ വീഡിയോ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ യു ക്യാൻ ടേക്ക് 45 to 50 minutes ഫോർ ദിസ്, ഫിനിഷ് ഇറ്റ് ഓഫ്, ദെൻ ടേക്ക് അനദർ സബ്ജക്റ്റ്. അപ്പോൾ ആ ഒരു വലിയൊരു വീഡിയോ കാണുമ്പോൾ ചില സമയത്ത് നമുക്ക് വലിയ വീഡിയോ ആണ്, ഇത് ഇത്ര നേരം നമുക്ക് നോക്കിയിരിക്കേണ്ടി വരും. അത് കാരണം ഷോർട്ട് വീഡിയോസ് ആയിട്ട് പാർട്ട് ബൈ പാർട്ട് ഞാൻ ചെയ്യാം. നാളെ വീണ്ടും നിങ്ങൾക്ക് ഹൗസ് പ്രോപ്പർട്ടിയിൽ അമെൻമെൻറ്റില്ല, ബാക്കി ഹെഡ്സ് ഓഫ് ഇൻകത്തിൻ്റെ ഞാൻ അമെൻമെൻറ്റ് വീഡിയോ ചെയ്യാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഹാപ്പി ലേണിംഗ്.